ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ കപ്പ വേവിച്ചതും മാങ്ങ ഇട്ട് വെച്ച നല്ല മീൻ തലയുടെ കറിയും, അതായത് പാരത്തല. നല്ല ടേസ്റ്റാണ് മീനിൻ്റെ പാരത്തല എന്ന് പറയുന്ന മീൻ, പാര എന്ന് പറയുന്ന മീൻ്റെ തല. അപ്പം നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ച് ഈ മാങ്ങ ഇട്ട് നല്ല ഒരു മീൻ തല കറിയും വെക്കാം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. കപ്പയൊന്ന് പൊളിച്ച് വയ്ക്കണം, മീനിൻ്റെ തലയൊന്ന് വൃത്തിയാക്കണം, എന്നിട്ട് നമുക്ക് വരാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരമുറി തേങ്ങ തിരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഒരു അര സ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ഇടുന്നത് കൊണ്ട് നമ്മൾ മുളക് പൊടി കുറച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാമേ. അങ്ങനെ നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ഒരു തക്കാളി, പിന്നെ മാങ്ങ, ആവശ്യത്തിന് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില 2 തണ്ട്, പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, 6 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി കുറച്ചല്ലേ ഇട്ടുള്ളൂ, എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ട് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് താളിക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കറി വെക്കാമേ. അപ്പോൾ നമ്മൾ മൺചട്ടി ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. നമ്മൾ മൺചട്ടിയിൽ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മറ്റ് പാത്രങ്ങളിൽ വെക്കുന്നതിനെക്കാട്ടിലും മൺചട്ടിയിൽ മീൻ കറി പറ്റിച്ചെടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് പച്ച അരച്ച് വെച്ച കറി മൺചട്ടി തന്നെ വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുരിങ്ങക്കായുടെ കാര്യം മറന്നുപോയി, ഇല്ലായിരുന്നു കേട്ടോ. 2 ചെറിയൊരു കഷ്ണം മുരിങ്ങക്കായേ ഉള്ളൂ. ഈ പച്ച അരച്ച് മാങ്ങ ഇട്ട് വെക്കുന്ന കറിയിൽ മുരിങ്ങക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അത് ഇച്ചിരി ഉള്ളൂ, അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആവശ്യത്തിന് മാങ്ങയാണ്. ഈ മാങ്ങ നേരത്തെ എന്താണ് ഈ കടുകാത്തേനായിട്ട് വെച്ചാൽ ഇന്ന് വഴറ്റിയെടുക്കാമെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ. മാങ്ങയും തക്കാളിയും കൂടെ ഒരുമിച്ചിടുന്ന ഒരു പ്രത്യേകത ഇല്ല. എന്നാലും ഞാൻ ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടില്ലെങ്കിൽ പച്ച അരച്ച് വെച്ച കറിക്കൊരു എന്താ പറയുക, ഒരു രസമില്ല. അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങയും കൂടെ തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടാണ് അരച്ചത് എങ്കിൽ പോലും ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് വഴറ്റണേ. അപ്പം നന്നായിട്ട് അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പ് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ അതിന് ആവശ്യം വെള്ളം ഒഴിക്കരുത്. നന്നായിട്ട് ഈ ഒരു കൂട്ടിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് പറ്റി വരണം. എണ്ണയ്ക്കകത്തുനിന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കാവൂ കേട്ടോ. ഞാനിങ്ങനെയാണ് കറി വെക്കുന്നത്, എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വെക്കുന്നത് എനിക്കറിയത്തില്ല, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന പുളി ഇട്ട് കൊടുക്കണം. പിന്നെ എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. സാധാരണ എല്ലാവരും ഇതിന് ശേഷം വെള്ളമാണ് ഒഴിക്കുന്നത്. പക്ഷേ ഞാൻ മീനിട്ടൊന്ന് വഴറ്റി അരപ്പ് പിടിച്ചതിന് ശേഷമേ വെള്ളം ഒഴിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ തല റെഡിയായി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കണേ.
ഇളക്കി ഒന്ന് ഒരു തിള വരണം, എന്നിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അതാകുമ്പോൾ നമുക്ക് അരപ്പ് നന്നായിട്ടൊന്ന് പിടിക്കും. അല്ലെങ്കിലും അരപ്പ് പിടിക്കും കറിക്കകത്ത് കിടന്ന്, എന്നാലും ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഞാനിപ്പം വെള്ളം കൂടുതലാണ് ഒഴിച്ചേക്കുന്നത്, എന്ന് വെച്ചാൽ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഇത്തിരി ഗ്രേവി വേണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകളെല്ലാം ചേർത്ത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ തലക്കറി, പാര മീൻ്റെ തലക്കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ പാരത്തലക്കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്പയും റെഡി ആയിട്ടുണ്ട്. കപ്പയും മീൻ തലക്കറിയും നല്ല കോമ്പിനേഷനാണ്. കപ്പയും മീൻ കറിയും കപ്പയും മീൻ തലക്കറിയും ഒന്നും ഇഷ്ടമല്ലാത്തവർ ചുരുക്കമായിരിക്കും. അപ്പം ഞാൻ എങ്ങനെ ഇത് കറി വെച്ചോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബായ്.